ഹായ് ഹലോ നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം, തുമ്മ ഇവയൊക്കെ വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നമ്മൾ ഷുവറായിട്ട് പറയുകയാണ്, നിങ്ങളെ ജലദോഷം, കഫക്കെട്ട്, തുമ്മ ഇതൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു ടിപ്പ് തന്നെ ധാരാളമാണ്. ഇംഗ്ലീഷ് മെഡിസിനൊക്കെ കഴിക്കുന്നതിന് മുൻപ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ബെസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് കേട്ടോ. അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ചുവന്നുള്ളി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചുവന്നുള്ളി കഴിക്കുന്നത് കഫക്കെട്ടിനും ചുമയ്ക്കൊക്കെ വളരെയധികം നല്ലതാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഒരു 5-6 പിടി അല്ലെങ്കിൽ ഒരു ചെറിയ പിടിയോളം നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു നമ്മുടെ ഇടിക്കല്ലിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇടിക്കല്ലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പനിയുള്ള സമയത്തും ജലദോഷമുള്ള സമയത്തൊക്കെ പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഭക്ഷണത്തിനോട് ഒരു തൃപ്തി ഇല്ലാതെ കാണിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ അധികം പേരും കഞ്ഞിയൊക്കെ ആവും കുടിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ കഞ്ഞിയിലോട്ടൊക്കെ ഈ ഒരു വിഭവം നിങ്ങൾ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ആ ചുമയും കഫക്കെട്ടൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് നല്ലൊരു ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ആഡാക്കി കൊടുക്കുന്നത്. ചെറിയ മക്കളാവുമ്പോൾ ഇതിലോട്ട് എരിവൊന്നും ആഡാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. വലിയവരാണെങ്കിൽ മാത്രം നമ്മൾ ഇതിലോട്ട് ഒരു ചുവന്ന മുളകോ അല്ലെങ്കിൽ ഒരു ഉണക്കമുളകോ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ട് നമുക്കിത് നല്ല ഫ്രഷ് നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ജലദോഷം, ചുമ, കഫക്കെട്ട് എല്ലാം തന്നെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കഞ്ഞിയുടെ കൂടെയൊക്കെ ആയിട്ട് ഇത് കുടിക്കുക. അത് ഒരു 3-4 പ്രാവശ്യം ഡെയിലി നിങ്ങളതൊരു ഉച്ചക്കും രാവിലെയും രാത്രിയായിട്ട് 3 പ്രാവശ്യമെങ്കിലും ഡെയിലി എടുക്കുക. ഈ ജലദോഷം, ചുമയ്ക്കുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് ആവി പിടിക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് കൂടെയാണ്. അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് നമുക്ക് കമൻ്റായിട്ടും അതുപോലെ വാട്സപ്പായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ സമീറ.